ഇന്ന് നോക്കുന്ന ക്വസ്റ്റ്യൻ 25/6/2024 നടത്തിയ ഓഫീസ് അറ്റൻഡർ മെസഞ്ചർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 74/24. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. ഓപ്ഷൻ എ സ്വദേശി മിത്രം, ഓപ്ഷൻ ബി കേസരി, ഓപ്ഷൻ സി സംവാദ് കൗമുദി, ഓപ്ഷൻ ഡി ന്യൂ ഇന്ത്യ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി സംവാദ് കൗമുദിയാണ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ചോദിച്ചാല് അത് സംവാദ് കൗമുദിയാണ്. ഇനി രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ പത്രം ഏതാണ്? രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ പത്രമാണ് മിറാത്തുൽ അക്ബർ കേട്ടോ, മിറാത്തുൽ അക്ബർ. ഇനി കേസരി മറാത്ത, കേസരി മറാത്തയൊക്കെ ആരുടെ പത്രങ്ങളാണെന്ന് ചോദിച്ചാല് അത് ബാലഗംഗാധര തിലകിന്റെയാണ്. കേസരി മറാത്ത ബാലഗംഗാധര തിലകിന്റെ പത്രങ്ങളാണ്. ഹിന്ദു സ്വദേശി മിത്രം അത് ജി സുബ്രഹ്മണ്യ അയ്യരുടെ പത്രമാണ് കേട്ടോ. ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യരുടെ പത്രമാണ്. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ആനി ബെസന്റ് ആണ്. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ആനി ബെസന്റ് ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാര്? ഓപ്ഷൻ എ ഡോക്ടർ സക്കീർ ഹുസൈൻ, ഓപ്ഷൻ ബി DK കാർവേ, ഓപ്ഷൻ സി MA അൻസാരി, ഓപ്ഷൻ ഡി GG അഗാർക്കർ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി DK കാർവേ ആണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവേ ആണ്. വർഷം 1914 വർഷം 1914 കേട്ടോ. മഹാരാഷ്ട്രയിലാണ് സ്ഥാപിച്ചത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കൽ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത്? ഓപ്ഷൻ എ ബംഗാളി, ഓപ്ഷൻ ബി മറാത്തി, ഓപ്ഷൻ സി ഉറുദു, ഓപ്ഷൻ ഡി ഹിന്ദി. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി മറാത്തി ഭാഷയിലാണ് കേട്ടോ. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കൽ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത്? അത് മറാത്തി ഭാഷയിലാണ്. ഇനി ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് അത് ആരുടെ കൃതികളാണ്? ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് എന്നീ കൃതികൾ രചിച്ചത് അത് അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയിലാണ് കേട്ടോ. ഉറുദു ഭാഷയില് ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് എന്ന കൃതികൾ രചിച്ചത് അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയിലാണ്. ഇനി പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻപാട്ട് എന്നീ കൃതികൾ രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. തമിഴ് ഭാഷയിലാണ് കേട്ടോ. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് ഈ കൃതികൾ രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയിലാണ്. ഇനി സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ ഈ കൃതികൾ രചിച്ചതാരാണ്? സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നീ കൃതികൾ രചിച്ചത് അത് പ്രേംചന്ദ് ആണ്. ഹിന്ദി ഭാഷയിലാണ് കേട്ടോ, ഹിന്ദി ഭാഷയിലാണ്. ഇനി ഗോര ഗീതാഞ്ജലി ആരുടെ കൃതിയാണ്? ഗോര ഗീതാഞ്ജലിയൊക്കെ അത് രവീന്ദ്രനാഥ ടാഗോറിന്റെയാണ്. ഭാഷ ബംഗാളി ഭാഷയിലാണ് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ. ഓപ്ഷൻ എ അമൃത ഷേർഗിൽ, ഓപ്ഷൻ ബി നന്ദലാൽ ബോസ്, ഓപ്ഷൻ സി അബനീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ ഡി ജ്യോതിബ ഫുലെ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി അബനീന്ദ്രനാഥ ടാഗോർ ആണ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് അബനീന്ദ്രനാഥ ടാഗോർ ആണ്. ഇനി സതി എന്ന ചിത്രം വരച്ചത് ആരാണ്? സതി എന്ന ചിത്രം വരച്ചത് അത് നന്ദലാൽ ബോസ് ആണ്. സതി എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണ്. ഇനി 1938 ഹരിപുരയിൽ നടന്ന INC സമ്മേളനത്തെ പ്രദർശിപ്പിച്ച ചിത്രം ചോദിച്ചാൽ അത് ഗ്രാമീണ ചെണ്ടക്കാരനാണ്. 1938 ഹരിപുരയിൽ നടന്ന INC സമ്മേളനത്തെ പ്രദർശിപ്പിച്ച ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് ആരാണ്? അതും നന്ദലാൽ ബോസ് ആണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണ്. ഇനി ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് ആരാണ്? ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അത് അമൃത ഷേർഗിലാണ്. ഇനി ഭാരത് മാത എന്ന ചിത്രം വരച്ച ആരാണ്? ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ. അബനീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഒരു തവണയാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെ ഒരു തവണയാണ് ഭേദഗതി ചെയ്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത
ചെയ്യപ്പെട്ട വർഷം എന്നാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട വർഷം 1976 കേട്ടോ. 1976 42-ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെയാണ് കേട്ടോ. ഇനി ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സോഷ്യലിസം, സെക്യുലാരിസം, ഇന്റഗ്രിറ്റി. ഏതൊക്കെയാണ്? സോഷ്യലിസം, സെക്യുലാരിസം, ഇന്റഗ്രിറ്റി എന്നീ വാക്കുകളാണ് ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട കാലത്തെ പ്രസിഡന്റ് ആരാണ്? ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട കാലഘട്ടത്തിലെ പ്രസിഡന്റ് ചോദിച്ചാൽ അത് ഫക്രുദ്ദീൻ അലി അഹമ്മദും പ്രധാനമന്ത്രി ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയുമാണ് കേട്ടോ. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും. ഇനി ഭേദഗതി ചെയ്യപ്പെട്ട ആമുഖം നിലവിൽ വന്നത് 1977 ജനുവരി 3-നുമാണ്. ആമുഖം നിലവിൽ വന്നത് 1977 ജനുവരി 3-നാണ് കേട്ടോ. ഭേദഗതി ചെയ്യപ്പെട്ട ആമുഖം നിലവിൽ വന്ന തീയതി 1977 ജനുവരി 3. അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ, ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാര്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി NV കൃഷ്ണവാര്യരാണ് കേട്ടോ. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് NV കൃഷ്ണവാര്യരാണ്. ഇനി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യ ഡയറക്ടർ ആരാണ്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യത്തെ ഡയറക്ടർ ആരാണെന്ന് വെച്ചാൽ അത് NV കൃഷ്ണവാര്യരാണ് കേട്ടോ. NV കൃഷ്ണവാര്യർ. ഇനി ഗാന്ധിജിയെ കുറിച്ച് NV കൃഷ്ണവാര്യർ രചിച്ച കവിതയാണ് ഗാന്ധിയും ഗോഡ്സെയും. ഗാന്ധിയെ കുറിച്ച് NV കൃഷ്ണവാര്യർ രചിച്ച കവിത ചോദിച്ചാൽ അത് ഗാന്ധിയും ഗോഡ്സെയുമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നെടുത്തതാണ്? ഓപ്ഷൻ ബി റഷ്യ ആണ് കേട്ടോ. മൗലിക കടമകൾ എന്ന ആശയം റഷ്യയിൽ നിന്നാണ്. ഇനി മൗലിക അവകാശങ്ങൾ ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തത്? മൗലിക അവകാശങ്ങൾ അത് അമേരിക്കയിൽ നിന്നാണ് കേട്ടോ. ആമുഖം എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്ന്? ആമുഖം എന്ന ആശയം അതും അമേരിക്കയിൽ നിന്നാണ്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്, ഓപ്ഷൻ ബി ലാല ലജ്പത് റായ്, ഓപ്ഷൻ സി ചിത്തരഞ്ജൻ ദാസ്, ഓപ്ഷൻ ഡി ഗോപാലകൃഷ്ണ ഗോഖലെ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ബാലഗംഗാധര തിലകാണ് കേട്ടോ. ബാലഗംഗാധര തിലകാണ്. ലാല ലജ്പത് റായ് 1920 കൊൽക്കത്ത പ്രത്യേക സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു. ഇനി ചിത്തരഞ്ജൻ ദാസ് അഥവാ CR ദാസ് 1922 ഗയാ സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നു. ഇനി ഗോപാലകൃഷ്ണ ഗോഖലെ 1905 ബനാറസ് സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നു കേട്ടോ. ഇനി കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിന്റെ പ്രമുഖ നേതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിന്റെ പ്രമുഖ നേതാവ് എന്നറിയപ്പെടുന്നത് അത് ബാലഗംഗാധര തിലകാണ്. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ബാലഗംഗാധര തിലകാണ് കേട്ടോ. 9ാമത്തെ ക്വസ്റ്റ്യൻ, തുലാംബത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? അത് ഓപ്ഷൻ എ പുന്നപ്ര വയലാർ സമരമാണ് കേട്ടോ. തുലാംബത്ത് സമരം എന്നറിയപ്പെടുന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. എന്നാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്? 1946-ലാണ് കേട്ടോ. 1946-ലാണ് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട പ്രധാന മുദ്രാവാക്യമായിരുന്നു ഏതാ? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് പറയുന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടാണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? ഓപ്ഷൻ എ സന്യാസി കലാപം, ഓപ്ഷൻ ബി മലബാർ കലാപം, ഓപ്ഷൻ സി വെല്ലൂർ കലാപം, ഓപ്ഷൻ ഡി ശിപായി കലാപം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി വെല്ലൂർ കലാപമാണ് കേട്ടോ. വെല്ലൂർ കലാപമാണ് 1806 നടന്നത്. ഇനി ശിപായി ലഹള നടന്ന വർഷം എന്നാണ്? 1857 കേട്ടോ. ശിപായി കലാപം നടന്നത് 1857. മലബാർ കലാപം വർഷം എന്നാണ്? 1921 കേട്ടോ. 1921. ഇനി സന്യാസി കലാപത്തിന്റെ കാലഘട്ടം 1770 മുതൽ 1820 വരെയാണ്. 1770 മുതൽ 1820 കാലഘട്ടത്തിലാണ് സന്യാസി കലാപം നടന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ്, ഓപ്ഷൻ ബി ബാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ സി വൈകുണ്ഠ സ്വാമികൾ, ഓപ്ഷൻ ഡി സി കേശവൻ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പാണ് കേട്ടോ. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ എ കുമാരനാശാനാണ് കേട്ടോ. വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാല് അത് കുമാരനാശാനാണ്.
ഇനി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി ആരാണെന്ന് ചോദിച്ചാൽ ആരാ? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി ചോദിച്ചാൽ അത് കുമാരനാശാനാണ്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? അത് ഓപ്ഷൻ എ KM മുൻഷിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് KM മുൻഷി. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ച ആരാണ്? ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് അത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവും. ഇനി ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നിങ്ങനെ വിശേഷിപ്പിച്ച ആരാണ്? ഹൃദയവും ആത്മാവും അത് താക്കൂർദാസ് ഭാർഗവാണ് കേട്ടോ. താക്കൂർദാസ് ഭാർഗവാണ്. ഇനി ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ്, ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് NA പൽക്കിവാലയാണ് കേട്ടോ. തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് NA പൽക്കിവാലയും. ഇനി ഭരണഘടനയുടെ കീ നോട്ട് എന്ന് വിശേഷിപ്പിച്ച ആരാണ്? ഭരണഘടനയുടെ കീ നോട്ട് എന്ന് വിശേഷിപ്പിച്ചത് അത് ഏണസ്റ്റ് ബാർക്കർ ആണ് കേട്ടോ. ഏണസ്റ്റ് ബാർക്കർ. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം. ഓപ്ഷൻ എ അനുച്ഛേദം 338B, ഓപ്ഷൻ ബി അനുച്ഛേദം 336, ഓപ്ഷൻ സി അനുച്ഛേദം 302, ഓപ്ഷൻ ഡി അനുച്ഛേദം 334A. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്. അനുച്ഛേദം 338B ആണ് കേട്ടോ. ഏതാ? 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദമാണ് അനുച്ഛേദം 338B. ഇനി 102ാം ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വന്ന തീയതി ചോദിച്ചാൽ അത് 2018 ഓഗസ്റ്റ് 11-നാണ്. 102ാം ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വന്ന തീയതി 2018 ഓഗസ്റ്റ് 11-നും. ഇനി 102ാം ഭേദഗതി നിയമപ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പുകളാണ് ഏത്? അനുച്ഛേദം 338B ഉണ്ട്, അനുച്ഛേദം 366, അനുച്ഛേദം 34A. ഏതൊക്കെയാണ്? അനുച്ഛേദം 338B, അനുച്ഛേദം 366, അനുച്ഛേദം 34A. ഇനി ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ സാധുത നൽകിയ ഭരണഘടനാ ഭേദഗതി നിയമമാണ് ഈ 102ാം ഭേദഗതി നിയമം 2018 എന്നറിയപ്പെടുന്നത്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ സാധുത നൽകിയ ഭരണഘടനാ ഭേദഗതി നിയമം ചോദിച്ചാൽ അത് 102ാം ഭേദഗതി നിയമം 2018 ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി അനുച്ഛേദം 21A ആണ് കേട്ടോ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ്? അത് അനുച്ഛേദം 21A ആണ്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി നിയമം ചോദിച്ചാൽ അത് 2002-ലെ 86ാം ഭേദഗതി നിയമമാണ് കേട്ടോ. 2002-ലെ 86ാം ഭേദഗതി നിയമമാണ്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദര സൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം. ഓപ്ഷൻ എ യുണൈറ്റഡ് കിങ്ഡം, ഓപ്ഷൻ ബി ജർമ്മനി, ഓപ്ഷൻ സി സൗദി അറേബ്യ, ഓപ്ഷൻ ഡി റഷ്യ. അത് ഓപ്ഷൻ എ യുണൈറ്റഡ് കിങ്ഡം ആണ് കേട്ടോ. 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദര സൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യമാണ് യുണൈറ്റഡ് കിങ്ഡം. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ വാർത്താവിനിമയം, ഓപ്ഷൻ ബി ജനസംഖ്യാ നിയന്ത്രണം, ഓപ്ഷൻ സി വിദ്യുത് ശക്തി, ഓപ്ഷൻ ഡി ക്രമസമാധാനം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ വാർത്താവിനിമയം. യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ വരുന്നത് വാർത്താവിനിമയമാണ് കേട്ടോ. ഇനി ജനസംഖ്യാ നിയന്ത്രണം ഏത് ലിസ്റ്റിലാണ്? ജനസംഖ്യാ നിയന്ത്രണം, വിദ്യുത് ശക്തി, ഇതൊക്കെ ഏതാണ്? കൺകറന്റ് ലിസ്റ്റിലാണ് കേട്ടോ. ജനസംഖ്യാ നിയന്ത്രണം, വിദ്യുത് ശക്തി കൺകറന്റ് ലിസ്റ്റിലാണ്. ഇനി ക്രമസമാധാനം ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? ക്രമസമാധാനം അത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് കേട്ടോ. സംസ്ഥാന ലിസ്റ്റിലാണ് കേട്ടോ. ക്രമസമാധാനം, പോലീസ്, ജയില്, ഇതൊക്കെ എന്താണ്? സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. രണ്ടാമത്തെ പ്രസ്താവന മഹലനൊബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി. മൂന്നാമത്തെ പ്രസ്താവന ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. നാലാമത്തെ പ്രസ്താവന ഇന്ത്യയിലെ
പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3, 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. നാലാമത്തെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1969, 74 കാലഘട്ടത്തിലാണ് നടപ്പിലാക്കിയത്. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. ഇനി ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഈ കാലഘട്ടത്തിലാണ്. ഇനി 4ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദിച്ചാൽ ആരാണ്? 4ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ, ഇന്ദിരാഗാന്ധി. ഇനി എന്നാണ് ബാങ്ക് ദേശസാൽക്കരണം, ആദ്യഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത്? അത് 1969 കേട്ടോ. 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത്. ഇനി മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? മഹലനോബിസ് മാതൃക എന്ന പേരിൽ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ചോദിച്ചാൽ അത് 2ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ, 2ാം പഞ്ചവത്സര പദ്ധതി. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. ഒന്നാമത്തെ പ്രസ്താവന, നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടു. രണ്ടാമത്തെ പ്രസ്താവന, ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി അഥവാ തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ്. ഓപ്ഷൻ സി, നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഓപ്ഷൻ ഡി പറയുന്നത് നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. അപ്പം നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി അഥവാ തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ നീതി ആയോഗ് എന്ന് പറയുന്നത് ഒരു ഉപദേശക സമിതിയാണ് കേട്ടോ, ഉപദേശക സമിതിയാണ്. ഇനി നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് അത് ടീം ഇന്ത്യ എന്നാണ് കേട്ടോ, ടീം ഇന്ത്യ എന്നാണ്. ഇനി നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം നടന്നത് 2015 ഫെബ്രുവരി 8 2015 ഫെബ്രുവരി 8 കേട്ടോ. ഇനി ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നതും ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നതും നീതി ആയോഗാണ്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നത് എന്താണ്? നീതി ആയോഗാണ്. ഇനി നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട 2-3 ലക്ഷ്യങ്ങൾ നോക്കാം. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. എന്താണ്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. ഇനി കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. ഇനി പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ഇനി എന്താണ്? ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ഇതൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിനകത്ത് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞ് ചോദിക്കും. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെ കുറിച്ചാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, ഗാന്ധിജിയുടെ മരണമാണ് കേട്ടോ, ഗാന്ധിജിയുടെ മരണമാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തതേത്? ഓപ്ഷൻ എ മൈസൂർ, ഓപ്ഷൻ ബി ഹൈദരാബാദ്, ഓപ്ഷൻ സി കാശ്മീർ, ഓപ്ഷൻ ഡി ജുനഗഡ്. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ മൈസൂർ ആണ് കേട്ടോ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തതാണ് മൈസൂർ. ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് ഒക്കെ എന്താണ്? ഇനി കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച വർഷം ചോദിച്ചാൽ അതെന്താണ്? കാശ്മീരിനെ 1947 കേട്ടോ. കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച തീയതി ചോദിച്ചാൽ 1947 ഒക്ടോബർ 26 1947 ഒക്ടോബർ 26 ഇനി കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച കരാറിൽ ഒപ്പുവെച്ച കാശ്മീർ രാജാവ് ആരാണ്? അത് രാജാ ഹരിസിംഗ് ആണ് കേട്ടോ.
കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്ന കരാറിൽ ഒപ്പുവെച്ച കാശ്മീർ രാജാവ് ആരാണെന്ന് വെച്ചാൽ അത് രാജാ ഹരിസിംഗ് ആണ്. ഇനി 1948 ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനായി നടത്തിയ സൈനിക നടപടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 1948 ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനായി നടത്തിയ സൈനിക നടപടി ചോദിച്ചാൽ അത് ഓപ്പറേഷൻ പോളോ ആണ് കേട്ടോ. ഇനി 1948 ഫെബ്രുവരി 20 നടന്ന ഹിതപരിശോധനയെ തുടർന്ന് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏതാണ്? 1948 ഫെബ്രുവരി 20 നടന്ന ഹിതപരിശോധനയെ തുടർന്ന് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണെങ്കിൽ അത് ജുനഗഡ് ആണ്. ജുനഗഡ്. 23ാമത്തെ ക്വസ്റ്റ്യൻ. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം? ഓപ്ഷൻ എ സൗദി അറേബ്യ, ഓപ്ഷൻ ബി ഖത്തർ, ഓപ്ഷൻ സി കാനഡ, ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ ആണ് കേട്ടോ. ഓസ്ട്രേലിയ. എന്താണ്? 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യമാണ് ഓസ്ട്രേലിയ. 24ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം? ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി വിഴിഞ്ഞം, ഓപ്ഷൻ ഡി വിശാഖപട്ടണം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി വിഴിഞ്ഞം ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ചോദിച്ചാല് അത് വിഴിഞ്ഞം ആണ്. വിഴിഞ്ഞം തുറമുഖം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി ചോദിച്ചാല് അത് 2023 ഒക്ടോബർ 15 വിഴിഞ്ഞം തുറമുഖം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി 2023 ഒക്ടോബർ 15 ഇനി വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യം എത്തിയ കപ്പൽ ചോദിച്ചാൽ അത് ഷെൻഹുവ 15 ആണ് കേട്ടോ. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ചോദിച്ചാൽ അത് ഷെൻഹുവ 15. ഇനി വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചാൽ ഏതാണ്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് അത് നെയ്യാറ്റിൻകര താലൂക്കാണ് കേട്ടോ. നെയ്യാറ്റിൻകര താലൂക്ക്. ഇനി വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കണ്ടെയ്നർ മദർഷിപ്പ് ചോദിച്ചാൽ അത് സാൻ ഫെർണാണ്ടോ ആണ് കേട്ടോ. ഏതാണ്? വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കണ്ടെയ്നർ മദർഷിപ്പ് ചോദിച്ചാൽ അത് സാൻ ഫെർണാണ്ടോ. 25ാമത്തെ ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ത്രിപുര, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഉത്തരാഖണ്ഡ്, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഗുജറാത്ത്, നാലാമത് പറഞ്ഞിരിക്കുന്നത് സിക്കിം, അഞ്ചാമത് പറഞ്ഞിരിക്കുന്നത് മധ്യപ്രദേശ്. ഏതൊക്കെയാ? ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. ഏതൊക്കെയാ? ഗുജറാത്തും മധ്യപ്രദേശും. ഇനി ഉത്തരപർവ്വത മേഖല വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ അത് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര. ഉത്തരപർവ്വത മേഖല വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര. ഇനി ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നു കേട്ടോ. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉത്തരപർവ്വത മേഖല വ്യാപിച്ചു കിടക്കുന്നു. 26ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ എ ഇത് ഇന്ത്യയുടെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. ഓപ്ഷൻ ബി ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. ഓപ്ഷൻ സി ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖർ. ഓപ്ഷൻ ഡി ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരകളിലാണ്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് കേട്ടോ തെറ്റായിട്ട് വരുന്നത്. ഇനി ആരവല്ലി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ചോദിച്ചാൽ അത് ആരവല്ലിയാണ്. ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു എന്ന് പറയുന്നത് കേട്ടോ. ആരവല്ലി പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു എന്ന് പറയുന്നത്. ഇനി ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണെന്ന് വെച്ചാൽ അത് ഗുരുശിഖർ ആണ് കേട്ടോ. മൗണ്ട് ഗുരുശിഖർ. ഇനി ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകൾ ചോദിച്ചാൽ അത് ശിവാലിക്കാണ് കേട്ടോ. ശിവാലിക്കാണ്. ഇനി ആരവല്ലിയിലെ പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു. ആരവല്ലിയിലെ പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രം ചോദിച്ചാൽ അത് മൗണ്ട് അബു ആണ്. ഇനി മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ജൈന തീർത്ഥാടന കേന്ദ്രം ഏതാണ്? മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ജൈന തീർത്ഥാടന കേന്ദ്രം ചോദിച്ചാൽ അത് ദിൽവാര ക്ഷേത്രമാണ് കേട്ടോ. ദിൽവാര ക്ഷേത്രം.
27ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക. ഓപ്ഷൻ എ വടക്കൻ സിർക്കാസ് തീരം, ഓപ്ഷൻ ബി മലബാർ തീരം, ഓപ്ഷൻ സി കൊങ്കൺ തീരം, ഓപ്ഷൻ ഡി ഗുജറാത്ത് തീരം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ വടക്കൻ സിർക്കാസ് തീരമാണ് കേട്ടോ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉൾപ്പെടാത്ത സമതലം, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടുന്ന സമതലങ്ങളാണ് ഏതൊക്കെയാ? മലബാർ തീരം, കൊങ്കൺ തീരം, ഗുജറാത്ത് തീരം. ഇനി കിഴക്കൻ സമതലങ്ങളിൽ ഉൾപ്പെടുന്ന ഏതാണ്? അത് വടക്കൻ സിർക്കാസ് തീരമാണ് കേട്ടോ. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ ട്രാൻസ് ഹിമാലയ ഖാസി കുന്നുകൾ, ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ, ഓപ്ഷൻ സി ഹിമാലയ പൂർവഘട്ടം, ഓപ്ഷൻ ഡി കിഴക്കൻ മലനിരകൾ ലഡാക്ക്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ. ഇനി ലഡാക്ക്, കാരക്കോറം, സസ്കർ ഇതൊക്കെ ഏത് മലനിരകളിലാണ്? അത് ട്രാൻസ് ഹിമാലയമാണ് കേട്ടോ. ലഡാക്ക്, കാരക്കോറം, സസ്കർ ഇവയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ട്രാൻസ് ഹിമാലയോ. ഇനി ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്കൊക്കെ ഏത് മലനിരകളിലാണ്? അത് ഹിമാലയാണ് കേട്ടോ. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്കൊക്കെ ഹിമാലയത്തിലാണ്. ഇനി ഗാരോ, ഖാസി കുന്നുകള്, ഗാരോ, ഖാസി, ജയന്തിയ കുന്നുകളൊക്കെ അത് കിഴക്കൻ മലനിരകളിലാണ് കേട്ടോ. കിഴക്കൻ മലനിരകൾ. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ, 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഓപ്ഷൻ എ പറയുന്നത് രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. ഓപ്ഷൻ ബി പറയുന്നത് രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്. ഓപ്ഷൻ സി രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ഓപ്ഷൻ ഡി മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. വലിപ്പത്തിനനുസരിച്ച് 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിക്കുമ്പോൾ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ, അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? അത് ഓപ്ഷൻ സി UN സെക്രട്ടറി ജനറൽ ആണ് കേട്ടോ. അന്റോണിയോ ഗുട്ടറസ് ആരാണ്? UN സെക്രട്ടറി ജനറൽ ആണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ, പുതുതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ എ രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ, ശരിയാണോ? ഓപ്ഷൻ ബി മധ്യപ്രദേശ് മോഹൻ യാദവ്, ഓപ്ഷൻ സി തെലങ്കാന രേവന്ത് റെഡ്ഡി, ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗേൽ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. അപ്പം രാജസ്ഥാനിലെ മുഖ്യമന്ത്രി അത് ഭജൻലാൽ ശർമ്മയാണ്. രാജസ്ഥാനിലെ മുഖ്യമന്ത്രി ആരാണെന്ന് വെച്ചാൽ അത് ഭജൻലാൽ ശർമ്മയും മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി മോഹൻ യാദവും തെലങ്കാനയുടെ മുഖ്യമന്ത്രി ആരാണ്? അത് രേവന്ത് റെഡ്ഡിയാണ് കേട്ടോ. ഇനി ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് വെച്ചാൽ അത് വിഷ്ണുദേവ് സായി ആണ്. വിഷ്ണുദേവ് സായി ആണ് കേട്ടോ. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ, ഈ അടുത്ത കാലത്ത് വിനോദ സഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി ഇറാൻ, ഓപ്ഷൻ സി ഫ്രാൻസ്, ഓപ്ഷൻ ഡി നേപ്പാള്. അത് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ഇറാൻ ആണ് കേട്ടോ. ഇറാൻ. എന്താണ്? ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യമാണ് ഇറാൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 33ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ഹരിയാന, ഓപ്ഷൻ ബി ഒഡീഷ, ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, തമിഴ്നാട്, ഓപ്ഷൻ ഡി ഹരിയാന, പഞ്ചാബ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഒഡീഷ, ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ഒഡീഷ, ആന്ധ്രാപ്രദേശ് ആണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളാണ് ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളില് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് കണ്ണൂര്, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് കാസർഗോഡ്, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂര്, നാലാമത് പറഞ്ഞിരിക്കുന്നത് പാലക്കാട്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, കണ്ണൂരും കാസർഗോഡും ആണ് കേട്ടോ. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകള് കണ്ണൂരും കാസർഗോഡും ആണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 78, ഓപ്ഷൻ ബി 63, ഓപ്ഷൻ സി 92, ഓപ്ഷൻ ഡി 67. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ
എ 78 കേട്ടോ. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം ചോദിച്ചാൽ അത് 78. ഇനി ജില്ലാ പഞ്ചായത്തുകൾ എത്ര എണ്ണം ഉണ്ട്? കേരളത്തിൽ എത്ര ജില്ലാ പഞ്ചായത്തുകളുണ്ട്? അത് 14. ഇനി ബ്ലോക്ക് പഞ്ചായത്തുകൾ എത്രയാണ്? ബ്ലോക്ക് പഞ്ചായത്തുകൾ ചോദിച്ചാൽ അത് 152. ഇനി ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ അത് 941. ഇനി മുനിസിപ്പാലിറ്റികൾ 87 കേട്ടോ. മുനിസിപ്പാലിറ്റികൾ 87. റവന്യൂ ഡിവിഷനുകൾ ചോദിച്ചാൽ അത് 27 കേട്ടോ. റവന്യൂ ഡിവിഷൻ ചോദിച്ചാൽ 27. കോർപ്പറേഷൻ എത്രയുണ്ട്? അത് 6 കേട്ടോ. കോർപ്പറേഷൻ 6. ഇനി 36 ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ എ ശാസ്താംകോട്ട കായൽ, ഓപ്ഷൻ ബി പൂക്കോട് തടാകം, ഓപ്ഷൻ സി അഷ്ടമുടി കായൽ, ഓപ്ഷൻ ഡി വെള്ളായണി കായൽ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി അഷ്ടമുടി കായലാണ് കേട്ടോ. കാരണം എന്തുവാ? അഷ്ടമുടി കായൽ ഒഴികെയുള്ള മറ്റു 3 എന്താണ്? ശുദ്ധജല തടാകങ്ങളാണ് കേട്ടോ. ബാക്കിയെല്ലാം എന്താണ്? ശുദ്ധജല തടാകങ്ങളാണ് കേട്ടോ. ഇനി 37 ക്വസ്റ്റ്യൻ. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഓപ്ഷൻ ബി ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. ഓപ്ഷൻ സി എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലുമായി ചേരുന്നത്. ഓപ്ഷൻ ഡി ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ബന്ധമില്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ്. അപ്പം പെരിയാർ നദി പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പിന്നീട് എന്താണ്? എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലുമായി ചേരുന്നത്. ഇടമലയാർ അണക്കെട്ട് പെരിയാർ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി 38 ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ പള്ളിവാസൽ ഇടുക്കി, ഓപ്ഷൻ ബി ഷോളയാർ പാലക്കാട്, ഓപ്ഷൻ സി കുറ്റ്യാടി കോഴിക്കോട്, ഓപ്ഷൻ ഡി കല്ലട കൊല്ലം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഷോളയാർ പാലക്കാട് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പൊ പള്ളിവാസൽ ഏത് ജില്ലയിലാണ്? അത് ഇടുക്കിയിലാണ്. ഇനി കുറ്റ്യാടി കോഴിക്കോടാണ്. കല്ലട ജലവൈദ്യുത പദ്ധതി കൊല്ലത്താണ്. ഇനി ഷോളയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂരാണ് കേട്ടോ. ഷോളയാർ തൃശ്ശൂര്. 39 ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ എ കുറിഞ്ഞിമല, ഓപ്ഷൻ ബി ചിന്നാർ, ഓപ്ഷൻ സി പെരിയാർ, ഓപ്ഷൻ ഡി ആറളം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആറളം ആണ് കേട്ടോ. അപ്പം കുറിഞ്ഞിമല, ചിന്നാർ, പെരിയാർ ഇവയൊക്കെ എന്താണ്? ഇടുക്കി ജില്ലയിലാണ്. ആറളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? അത് കണ്ണൂരാണ് കേട്ടോ. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് ആറളമാണ്. ആറളം വന്യജീവി സങ്കേതം കണ്ണൂരാണ്. ഇനി കേരളത്തിലെ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് ആറളം വന്യജീവി സങ്കേതമാണ് കേട്ടോ. ഏതാണ്? കേരളത്തിലെ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളമാണ്. ഇനി 40 ക്വസ്റ്റ്യൻ. വരയാടുകളെ പ്രധാനമായും കാണപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഇരവികുളം ദേശീയോദ്യാനമാണ് കേട്ടോ. വരയാടുകളെ പ്രധാനമായും കാണപ്പെടുന്ന ദേശീയോദ്യാനം ചോദിച്ചാൽ അത് ഇരവികുളം ദേശീയോദ്യാനമാണ്. നക്ഷത്ര ആമ, ചാമ്പൽ, മലയണ്ണാൻ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ഇനി സിംഹവാലൻ കുരങ്ങുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എവിടെയാണ്? അത് സൈലന്റ് വാലിയാണ് കേട്ടോ. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലി. 41 ക്വസ്റ്റ്യൻ ക്യാൻസർ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ ഒന്ന് പറയാം. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. യോജിക്കുന്നവ കണ്ടെത്തുക. ബേപ്പൂർ കോഴിക്കോട് ശരിയാണോ? മുനമ്പം എറണാകുളം, ശക്തികുളങ്ങര ആലപ്പുഴ, തോപ്പുംപടി തൃശ്ശൂര്, അഴീക്കൽ കൊല്ലം. ബേപ്പൂർ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ഇനി മുനമ്പം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ അത് എറണാകുളമാണ്. ശക്തികുളങ്ങര കൊല്ലമാണ് കേട്ടോ. ശക്തികുളങ്ങര കൊല്ലമാണ്. തോപ്പുംപടി എറണാകുളത്താണ് കേട്ടോ. തോപ്പുംപടി എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്നു. ഇനി അഴീക്കൽ 2 ജില്ലകളിലാണ്. അത് കണ്ണൂരും കൊല്ലവും ഉണ്ട് കേട്ടോ. അഴീക്കല് കണ്ണൂരും കൊല്ലവും ഉണ്ട് കേട്ടോ. ഇനി 42 ക്വസ്റ്റ്യൻ. ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഹോക്കി, ഓപ്ഷൻ ബി അത്ലറ്റിക്സ്, ഓപ്ഷൻ സി ഫുട്ബോൾ, ഓപ്ഷൻ ഡി ക്രിക്കറ്റ്. ഓപ്ഷൻ ബി അത്ലറ്റിക്സ് ആണ് കേട്ടോ. ഇനി 43 ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. ഇതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തെരഞ്ഞെടുപ്പ് ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യൻ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ്,
ഓപ്ഷൻ ബി ലോക്സഭാ തിരഞ്ഞെടുപ്പ്. ഓപ്ഷൻ സി നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഓപ്ഷൻ ഡി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. അപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്ന ആരാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേട്ടോ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 44-ാമത്തെ ക്വസ്റ്റ്യൻ, നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുത്തുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ അന്ത്യോദയ അന്ന യോജന. ഓപ്ഷൻ ബി അന്നപൂർണ. ഓപ്ഷൻ സി സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയാണ് കേട്ടോ. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയാണ് കേട്ടോ. 45-ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? അത് ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. ഇനി 46-ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ഇന്ത്യയാണ് കേട്ടോ. ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ബംഗാൾ ആണ് കേട്ടോ. ബംഗാൾ. ഇനി ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നതും ഇന്ത്യയിൽ 2ാം സ്ഥാനത്തുമായിട്ടുള്ള സംസ്ഥാനം ഏതാ? ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന അത് ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ 2ാം സ്ഥാനത്തും ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇനി 47-ാമത്തെ ക്വസ്റ്റ്യൻ, ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം എന്ത്? ഓപ്ഷൻ എ ആഹാരത്തിന്റെ രുചി അറിയാൻ. ഓപ്ഷൻ ബി പല്ലിന് വ്യായാമം ലഭിക്കാൻ. ഓപ്ഷൻ സി ദഹനം സുഗമമാക്കാൻ. ഓപ്ഷൻ ഡി ആഹാരത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് കലരാൻ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ദഹനം സുഗമമാക്കാനാണ് കേട്ടോ. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയുന്നത് ദഹനം സുഗമമാക്കാനാണ്. 48-ാമത്തെ ക്വസ്റ്റ്യൻ, ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? അത് മാലിക് ആസിഡ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി മാലിക് ആസിഡ് ആണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഇനി പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? പാലിൽ അടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡ്. പാലില് ലാക്റ്റിക് ആസിഡ്. ഇനി ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഓറഞ്ച്. അത് സിട്രിക് ആസിഡ്. ഇനി വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചാല് വിനാഗിരി അസറ്റിക് ആസിഡ്. 49-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സൗര ദൗത്യത്തിന്റെ പേരെന്ത്? ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആദിത്യ L1 ആണ് കേട്ടോ. ഇന്ത്യയുടെ സൗര ദൗത്യത്തിന്റെ പേര് അത് ആദിത്യ L1 ആണ്. ഇനി 50-ാമത്തെ ക്വസ്റ്റ്യൻ, ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആര്? ഓപ്ഷൻ എ രോഹിത് ശർമ്മ. ഓപ്ഷൻ ബി KL രാഹുൽ. ഓപ്ഷൻ സി വിരാട് കോഹ്ലി. ഓപ്ഷൻ ഡി സച്ചിൻ ടെണ്ടുൽക്കർ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി വിരാട് കോഹ്ലിയാണ് കേട്ടോ. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആരാണ്? അത് വിരാട് കോഹ്ലിയാണ്. ഇനി 51-ാമത്തെ ക്വസ്റ്റ്യൻ, മികച്ച നടനുള്ള 69-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആര്? ഓപ്ഷൻ എ അല്ലു അർജുൻ. ഓപ്ഷൻ ബി മമ്മൂട്ടി. ഓപ്ഷൻ സി അമിതാഭ് ബച്ചൻ. ഓപ്ഷൻ ഡി രജനീകാന്ത്. അത് ഓപ്ഷൻ എ അല്ലു അർജുൻ ആണ് കേട്ടോ. മികച്ച നടനുള്ള 69-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയത് അല്ലു അർജുൻ ആണ്. 71-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച നടൻ ആരാണ്? മികച്ച നടൻ 2 പേർക്ക് ലഭിച്ചു. ഷാറുഖ് ഖാൻ ജവാൻ എന്ന സിനിമയ്ക്കും വിക്രാന്ത് മാസി 12th ഫെയിലും കേട്ടോ. മികച്ച നടൻ ഷാറുഖ് ഖാന് ആൻഡ് വിക്രാന്ത് മാസി. മികച്ച നടി ചോദിച്ചാൽ അത് റാണി മുഖർജിയാണ് കേട്ടോ. മികച്ച നടി റാണി മുഖർജിയാണ്. ഇനി മികച്ച സഹനടൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വിജയരാഘവൻ. മികച്ച സഹനടൻ 2 പേരുണ്ടായിരുന്നു. ആരൊക്കെ? വിജയരാഘവൻ, പൂക്കാലം. പിന്നെ സോമു ഭാസ്കർ ഉണ്ട്. സോമു ഭാസ്കർ. പിന്നെ മികച്ച സഹനടി ചോദിച്ചാൽ അത് ഉർവശി. ചിത്രം ഉള്ളൊഴുക്ക് കേട്ടോ. ചിത്രം ഉള്ളൊഴുക്ക്. പിന്നീട് ജാനകി ബോദിവാല. മികച്ച സഹനടിമാര് ഉർവശിയും ജാനകി ബോദിവാലയും. ഇനി മികച്ച മലയാള ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉള്ളൊഴുക്കാണ് കേട്ടോ. മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്കാണ്. 52-ാമത്തെ ക്വസ്റ്റ്യൻ, 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? ഓപ്ഷൻ എ ലണ്ടൻ. ഓപ്ഷൻ ബി മോസ്കോ. ഓപ്ഷൻ സി ബീജിംഗ്. ഓപ്ഷൻ ഡി പാരീസ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി പാരീസ് ആണ് കേട്ടോ. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി
അത് പാരീസ് ആണ്. ഇനി 53-ാമത്തെ ക്വസ്റ്റ്യൻ, നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ജനിതക രോഗങ്ങൾ, ഓപ്ഷൻ ബി തൊഴിൽജന്യ രോഗങ്ങൾ, ഓപ്ഷൻ സി അപര്യാപ്തതാ രോഗങ്ങൾ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി അപര്യാപ്തതാ രോഗങ്ങളാണ് കേട്ടോ. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? അത് അപര്യാപ്തതാ രോഗങ്ങളാണ്. ഇനി 54-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ ഏവ? ഓപ്ഷൻ എ ലോല മാലിക, ഓപ്ഷൻ ബി കിരൺ അർക്ക, ഓപ്ഷൻ സി സൂര്യ ശ്വേത, ഓപ്ഷൻ ഡി പവിത്ര അന്നപൂർണ. അത് ഓപ്ഷൻ ഡി പവിത്ര അന്നപൂർണയാണ് കേട്ടോ. സങ്കരയിനം നെല്ലിനങ്ങള് പവിത്ര അന്നപൂർണ. ഇനി ലോല മാലിക ഇവയൊക്കെ എന്തിന്റെ അത്യുൽപാദന ഇനങ്ങളാണെന്ന് ചോദിച്ചാൽ അത് പയറിന്റെ ആണ് കേട്ടോ. ഇനി കിരൺ അർക്ക ഇവ വെണ്ടയുടെ സങ്കര ഇനങ്ങളാണ്. കിരൺ അർക്ക വെണ്ടയുടെ സങ്കര ഇനങ്ങളാണ്. ഇനി സൂര്യ ശ്വേത ഇവയൊക്കെ എന്താണ്? വഴുതനയുടെ ആണ് കേട്ടോ. സൂര്യ ശ്വേത വഴുതനയുടെ അത്യുൽപാദന ഇനങ്ങളാണ്. ഇനി 55-ാമത്തെ ക്വസ്റ്റ്യൻ, ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ദീർഘകാലം മണ്ണിൽ നശിക്കാതെ കിടക്കുന്നു, ഓപ്ഷൻ ബി മണ്ണിലേക്ക് ജലം ഇറങ്ങുന്നത് തടയുന്നു, ഓപ്ഷൻ സി വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു, ഓപ്ഷൻ ഡി മണ്ണിലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് ബലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഏതാ? ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? അത് മണ്ണിലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ് കേട്ടോ. അപ്പം ഇതെന്താണ്? ദീർഘകാലം മണ്ണിൽ നശിക്കാതെ കിടക്കുകയും മണ്ണിലേക്ക് ജലം ഇറങ്ങുന്നത് തടയുകയും ചെയ്യുന്നു. ഇനി വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു. ഇനി 56-ാമത്തെ ക്വസ്റ്റ്യൻ, എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് കാൽസ്യം, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സോഡിയം, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഫോസ്ഫറസ്, നാലാമത് പറഞ്ഞിരിക്കുന്നത് അയഡിൻ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ 1ഉം 3ഉം ആണ് കേട്ടോ. ഏതൊക്കെയാണ്? കാൽസ്യവും ഫോസ്ഫറസും. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ ഏതൊക്കെയാണ്? അത് കാൽസ്യവും ഫോസ്ഫറസും ആണ് കേട്ടോ. കാൽസ്യവും ഫോസ്ഫറസും ആണ്. ഇനി ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം ഏതാണ്? അത് സോഡിയം ആണ് കേട്ടോ. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം ചോദിച്ചാൽ സോഡിയം. ഇനി തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും സഹായിക്കുന്ന ധാതു ലവണം ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്നത് അത് അയഡിനും. ഇനി രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മൂലകം ഏതാണ്? രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മൂലകം ചോദിച്ചാൽ അത് ഇരുമ്പുമാണ്. ഇനി 57-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് സഞ്ചാരി പ്രാവ്, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് മലമുഴക്കി വേഴാമ്പൽ, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് മലബാർ വെരുക, നാലാമത് പറഞ്ഞിരിക്കുന്നത് ക്വാഗ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 2ഉം 3ഉം ആണ് കേട്ടോ. ഏതാ? മലമുഴക്കി വേഴാമ്പലും മലബാർ വെരുകും. അപ്പം വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് മലമുഴക്കി വേഴാമ്പലും മലബാർ വെരുകും. ഇനി 58-ാമത്തെ ക്വസ്റ്റ്യൻ, 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ കോഴിക്കോടാണ് കേട്ടോ. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ലയാണ് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര. 2018 കേട്ടോ. 2018. ഇനി 2024 ജൂലൈയില് നിപ്പ വൈറസ് മൂലമുള്ള മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ ജില്ല ചോദിച്ചാല് അത് മലപ്പുറം ആണ് കേട്ടോ. 2024 ജൂലൈയില് നിപ്പ വൈറസ് മൂലമുള്ള മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ ജില്ല മലപ്പുറം ആണ്. ഇനി 59-ാമത്തെ ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായാണ് ആചരിച്ചത്? അത് ഓപ്ഷൻ ഡി ചെറുധാന്യ വർഷം. ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ്, ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ്. ഇനി 2024 എന്താണ്? 2024 ഐക്യരാഷ്ട്ര സംഘടന 2024 ഏത് വർഷമായിട്ടാണ് ആചരിച്ചത്? അത് ഒട്ടക വർഷമാണ് കേട്ടോ. ഒട്ടക വർഷം. ഇനി 2025 ഏത് വർഷമാണ്? അല്ല, ഐക്യരാഷ്ട്ര സംഘടന 2025 ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? അത് ഹിമാനികളുടെ സംരക്ഷണം ഉണ്ട്. ഇനി അന്താരാഷ്ട്ര സഹകരണ വർഷം. ഹിമാനികളുടെ സംരക്ഷണം, അന്താരാഷ്ട്ര സഹകരണ വർഷം. ഇനി സമാധാനത്തിന്റെ വിശ്വാസത്തിന്റെ അന്താരാഷ്ട്ര വർഷം. ഇതാണ് സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അന്താരാഷ്ട്ര വർഷം. ഇനി
ക്വാണ്ടം സയൻസ് ടെക്നോളജിയുടെ അന്താരാഷ്ട്ര വർഷം. ഇതൊക്കെ എന്താണ്? 2025 കേട്ടോ, 2025. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 60ാമത്തെ ക്വസ്റ്റ്യൻ. ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. അലൂമിനിയം ബോക്സൈറ്റ്, സിങ്ക് ഗലീന, ഇരുമ്പ് ഹേമറ്റൈറ്റ്, കോപ്പർ കുപ്രൈറ്റ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. ഏതാ? സിങ്ക് ഗലീന. അപ്പം സിങ്കിന്റെ അയിര് ഏതാണ്? സിങ്ക് കലാമിനാണ് കേട്ടോ. സിങ്കിന്റെ അയിരാണ് കലാമിൻ. ഇനി ലെഡിന്റെ അയിര് ചോദിച്ചാൽ അത് ഗലീനയാണ് കേട്ടോ. ലെഡ് ഗലീനയാണ്. ഇരുമ്പിന്റെ അയിര് ചോദിച്ചാൽ അത് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്സ്, അതൊക്കെ ഇരുമ്പിന്റെയാണ്. കോപ്പറിന്റെ അയിരാണ് കുപ്രൈറ്റ്. 61ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഗതികോർജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഉയരം, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് മാസ്, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് പ്രവേഗം, നാലാമത് പറഞ്ഞിരിക്കുന്നത് ഗുരുത്വാകർഷണ ബലം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ആണ് കേട്ടോ. ഏതൊക്കെയാണ്? മാസും പ്രവേഗവും കേട്ടോ. മാസും പ്രവേഗവും. അപ്പൊ ഒരു വസ്തുവിനെ അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ചോദിച്ചാൽ അത് ഗതികോർജമാണ്. ഗതികോർജം എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു? അത് മാസിനെയും പ്രവേഗത്തിനെയും ആശ്രയിക്കുന്നു കേട്ടോ. ഗതികോർജം കണക്കാക്കാനുള്ള സമവാക്യം ചോദിച്ചാൽ അത് ½ mv² ആണ്. ഇനി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജം എത്ര ഇരട്ടിയാകും? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജം 4 ഇരട്ടിയാകും കേട്ടോ. ഇനി 62ാമത്തെ ക്വസ്റ്റ്യൻ. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗങ്കി ബവേണ്ടി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ എക്യുമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? അത് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, ക്വാണ്ടം ഡോട്ട്സ് ആണ് കേട്ടോ. ക്വാണ്ടം ഡോട്ട്സ്. ഇനി 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവർ ആരൊക്കെയാണ്? 2025 രസതന്ത്ര നോബൽ 3 പേർക്ക്. അത് ആരൊക്കെയാണ്? സുസുമ കിറ്റാഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഖി. ആർക്കൊക്കെയാണ്? സുസുമ കിറ്റാഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഖി. പുരസ്കാരം എന്തിനാണെന്ന് വെച്ചാൽ അത് മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനത്തിനാണ് കേട്ടോ. പുരസ്കാരം മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനത്തിനാണ്. ഇനി 63ാമത്തെ ക്വസ്റ്റ്യൻ. ശബ്ദ തരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. മൂന്നാമത്തെ പ്രസ്താവന സാധാരണഗതിയിൽ ഒരാൾക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവൃത്തിയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും. നാലാമത്തെ പ്രസ്താവന പറയുന്നത് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. അപ്പം വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ഇനി ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. സാധാരണഗതിയിൽ ഒരാൾക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവൃത്തിയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും. ഇനി ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ചോദിച്ചാൽ അത് ഖരമാണ് കേട്ടോ. അപ്പം ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ചോദിച്ചാല് അത് ഖരമാണ് കേട്ടോ. ഖരം. അപ്പൊ ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ചോദിച്ചാൽ അത് ഖരമാണ് കേട്ടോ. ഖരം. ഇനി 64ാമത്തെ ക്വസ്റ്റ്യൻ. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലന്റ് ഏത്? ഓപ്ഷൻ എ ബ്യൂട്ടൈൻ, ഓപ്ഷൻ ബി ദ്രാവക അമോണിയ, ഓപ്ഷൻ സി സൾഫർ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ഡി ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും ആണ്. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലന്റ് ഏതാണെന്ന് വെച്ചാൽ അത് ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും ആണ്. ഇനി 65ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 1 ആയാൽ ആ മൂലകത്തിന്റെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ 3 ആണ് കേട്ടോ. എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 1 ആയാൽ ആ മൂലകത്തിന്റെ ആകെ ഷെല്ലുകളുടെ എണ്ണം 3 ആണ് കേട്ടോ. ഇനി ഇലക്ട്രോൺ വിന്യാസം 2, 8, 1 വരുന്ന മൂലകം ചോദിച്ചാൽ ഏതാണ്? സോഡിയം കേട്ടോ. അറ്റോമിക് നമ്പർ 11 ആണ്. അറ്റോമിക് നമ്പർ 11 ആണ്. ഇനി സോഡിയത്തിന്റെ പീരിയഡ് നമ്പർ ചോദിച്ചാൽ അത് 3 ആണ്. ഇനി സോഡിയത്തിന്റെ ലാറ്റിൻ നാമം ചോദിച്ചാൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നാട്രിയം ആണ് കേട്ടോ. നാട്രിയം. ഇനി 66ാമത്തെ ക്വസ്റ്റ്യൻ. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക.
ഒന്നാമത്തെ പ്രസ്താവന ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. രണ്ടാമത്തെ പ്രസ്താവന ഹൈഡ്രജൻ ഒരു ലോഹമാണ്. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് ഹൈഡ്രജന്റെ ഒരു ഐസോട്ടോപ്പാണ് റേഡിയം. നാലാമത്തെ പ്രസ്താവന സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 4 മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ച ഹെൻറി കാവൻഡിഷ് ആണ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഏതാണ്? അത് ഹൈഡ്രജൻ ആണ് കേട്ടോ. ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു അലോഹമാണ്. ഹൈഡ്രജൻ ഒരു അലോഹമാണ് കേട്ടോ. ഇനി ഹൈഡ്രജന്റെ പ്രധാന ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? അത് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം ആണ് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ആയ ഐസോട്ടോപ്പ് ഏതാണ്? ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ആയ ഐസോട്ടോപ്പ് ചോദിച്ചാൽ അത് ട്രിഷ്യം ആണ് കേട്ടോ. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്ന ഏതാണ്? ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് അത് ഹൈഡ്രജൻ ആണ് കേട്ടോ. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഇനി 67ാമത്തെ ക്വസ്റ്റ്യൻ, ജലജന്യ രോഗമായ ഡയറിയയ്ക്ക് കാരണമായ രോഗാണു ഏത്? ഓപ്ഷൻ എ ബാക്ടീരിയ, ഓപ്ഷൻ ബി വൈറസ്, ഓപ്ഷൻ സി ഫംഗസ്, ഓപ്ഷൻ ഡി പ്രോട്ടോസോവ. അത് ഓപ്ഷൻ എ ബാക്ടീരിയ ആണ് കേട്ടോ. ജലജന്യ രോഗമായ ഡയറിയയ്ക്ക് കാരണമായിട്ടുള്ള രോഗാണു ചോദിച്ചാൽ അത് ബാക്ടീരിയ ആണ്. ഇനി 68ാമത്തെ ക്വസ്റ്റ്യൻ, കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് മഞ്ഞപ്പിത്തം, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് മന്ത്, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് മീസിൽസ്, നാലാമത് പറഞ്ഞിരിക്കുന്നത് മലമ്പനി. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം ശരിയാണ് കേട്ടോ. ഏതൊക്കെയാണ്? മന്തും മലമ്പനിയും ആണ് കേട്ടോ. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ചോദിച്ചാൽ അത് മന്തും മലമ്പനിയും ആണ്. മന്ത് പരത്തുന്ന കൊതുകുകളാണ് ക്യൂലെക്സ് പെൺകൊതുകുകൾ കേട്ടോ. മന്ത് രോഗം പരത്തുന്ന കൊതുക് ചോദിച്ചാൽ അത് ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. 69ാമത്തെ ക്വസ്റ്റ്യൻ, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യമാണിത്. രണ്ടാമത്തെ പ്രസ്താവന ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്നു. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നാലാമത് പറഞ്ഞിരിക്കുന്നത് ഊർജ ഉൽപാദനത്തിന് സഹായിക്കുന്നു. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഏതാണ്? സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യമാണ് നാരുകൾ. ഇനി എന്താണ്? ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. നാരുകൾ എന്താണ്? സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നൽകുന്ന ആഹാര ഘടകം ചോദിച്ചാൽ അത് ധാന്യമാണ് കേട്ടോ. ധാന്യം അഥവാ കാർബോഹൈഡ്രേറ്റ് ആണ്. എന്താണ്? ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നൽകുന്ന ആഹാര ഘടകം ചോദിച്ചാൽ അത് ധാന്യം അഥവാ കാർബോഹൈഡ്രേറ്റും. ഇനി ശരീര കലകളുടെ നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്ന പ്രധാന ആഹാര ഘടകം ഏതാണ്? അത് മാംസ്യം അഥവാ പ്രോട്ടീൻ ആണ് കേട്ടോ. ഇനി ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജ്ജ ഉൽപാദനത്തിന് പ്രയോജനപ്പെടുത്തുന്ന ആഹാര ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് മാംസ്യമാണ് കേട്ടോ. ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജ്ജ ഉൽപാദനത്തിന് പ്രയോജനപ്പെടുത്തുന്ന ആഹാര ഘടകം അത് മാംസ്യമാണ്. ഇനി 70ാമത്തെ ക്വസ്റ്റ്യൻ, ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് അത് ഓപ്ഷൻ ബി സ്റ്റെതസ്കോപ്പ് ആണ്. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം ചോദിച്ചാൽ അത് സ്റ്റെതസ്കോപ്പ് ആണ്. ഇനി 71ാമത്തെ ക്വസ്റ്റ്യൻ, അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണം ഏതാണ്? അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണം ചോദിച്ചാൽ അത് ബാരോമീറ്റർ ആണ് കേട്ടോ. അന്തരീക്ഷമർദ്ദം ബാരോമീറ്റർ ആണ്. ഇനി ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചാൽ അത് തെർമോമീറ്റർ ആണ് കേട്ടോ. 71ാമത്തെ ക്വസ്റ്റ്യൻ, വാക്സിനുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ എ വാക്സിനുകൾ എല്ലാം കുത്തിവയ്പിലൂടെ നൽകുന്നവയാണ്. ഓപ്ഷൻ ബി രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുത്ത വസ്തുക്കളാണ്. ഓപ്ഷൻ സി ഡോക്ടർ എഡ്വേർഡ് ജെന്നർ ആണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്. ഓപ്ഷൻ ഡി ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് കേട്ടോ തെറ്റായിട്ടുള്ളത്. അപ്പം വാക്സിനുകളെല്ലാം കുത്തിവയ്പിലൂടെ മാത്രമല്ല, വായിലൂടെ നൽകുന്ന വാക്സിനും മൂക്കിലൂടെ നൽകുന്ന വാക്സിനുകളും ശ്വസിക്കുന്ന വാക്സിനുകളും ഇന്ന് നിലവിലുണ്ട് കേട്ടോ. ഇനി ഡോക്ടർ എഡ്വേർഡ് ജെന്നർ ആണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്. ആരാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്? അത് ഡോക്ടർ എഡ്വേർഡ് ജെന്നറും. ഇനി എന്താണ്? രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുത്ത വസ്തുക്കളാണ് വാക്സിൻ എന്ന് പറയുന്നത്. ഇനി ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇനി 72ാമത്തെ ക്വസ്റ്റ്യൻ, വൈറ്റ് കെയിന്, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഓപ്ഷൻ എ കണ്ണാണ് കേട്ടോ. വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് എന്നിവ പോലുള്ള സംവിധാനങ്ങൾ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?
അത് ബ്രെയിലി ലിപിയാണ് കേട്ടോ, ബ്രെയിലി ലിപിയാണ്. ഇനി 73ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ ക്ഷയം വൈറസ്, ഓപ്ഷൻ ബി ചിക്കൻ ബോക്സ് പ്ലാസ്മോഡിയം, ഓപ്ഷൻ സി മലേറിയ ഫംഗസ്, ഓപ്ഷൻ ഡി ഡയറിയ ബാക്ടീരിയ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഡയറിയ ബാക്ടീരിയ ആണ് ശരിയായിട്ടുള്ള ജോഡി. അപ്പൊ ക്ഷയത്തിന്റെ രോഗകാരി ചോദിച്ചാൽ അത് ബാക്ടീരിയ ആണ് കേട്ടോ, ക്ഷയം ബാക്ടീരിയ ആണ്. ചിക്കൻ ബോക്സ് അത് വൈറസ് മുഖേനയാണ് കേട്ടോ, ചിക്കൻ ബോക്സിന്റെ രോഗകാരി വൈറസ് ആണ്. ഇനി മലേറിയ മലേറിയ പ്രോട്ടോസോവ. 74ാമത്തെ ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, ഭക്ഷണശീലത്തിൽ വരുന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു. രണ്ടാമത്തെ പ്രസ്താവന, പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. മൂന്നാമത്തെ പ്രസ്താവന, അണുബാധ. നാലാമത്തെ പ്രസ്താവന, ജീനുകൾക്ക് ഉണ്ടാകുന്ന തകരാറുകൾ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അത് ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു. പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. ഇനി പ്രധാന ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമാണ് പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം, അമിത രക്തസമ്മർദ്ദം, ഹൃദയാഘാതം. ഇതൊക്കെ എന്താണ് പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമാണ് കേട്ടോ. ഇനി 75ാമത്തെ ക്വസ്റ്റ്യൻ, ജീവകങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ജീവകം കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു, ഓപ്ഷൻ ബി ജീവകം സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്, ഓപ്ഷൻ സി ജീവകം ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു, ഓപ്ഷൻ ഡി ജീവകം ബി വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. അപ്പം ജീവകം കെ എന്താണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഒരു ജീവകമാണ് കേട്ടോ. ജീവകം കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. ഇനി ജീവകം ഡി എന്താണ്? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നവയാണ്. ഇനി ജീവകം ബി വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ആണ്. ഇനി കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ എ ഡി കെ. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് എ ഡി ഇ കെ. ഇനി ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ചോദിച്ചാൽ അത് ബിയും സിയും ആണ് കേട്ടോ. വിറ്റാമിൻ ബിയും സിയും ആണ് ജലത്തിൽ ലയിക്കുന്നത്. 76ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ ഏതെല്ലാമാണ്? ഒന്നാമത്തെ പ്രസ്താവന, ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിർത്താൻ അനുവദിക്കരുത്. രണ്ടാമത്തെ പ്രസ്താവന, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. മൂന്നാമത്തെ പ്രസ്താവന, ആഹാര പദാർത്ഥങ്ങൾ അടച്ചു സൂക്ഷിക്കുക. നാലാമത്തെ പ്രസ്താവന, കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഏതാണ്? ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിർത്താൻ അനുവദിക്കരുത്, ഇനി കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക. ഇതൊക്കെയാണ് എന്താണ് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കാനുള്ള മുൻകരുതലുകൾ. ഇനി 77ാമത്തെ ക്വസ്റ്റ്യൻ, ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഹൃദയം, ഓപ്ഷൻ ബി ശ്വാസകോശം, ഓപ്ഷൻ സി വൃക്ക, ഓപ്ഷൻ ഡി കരള്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഹൃദയമാണ് കേട്ടോ. ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. ഇത് എന്താണ്? ഹൃദയത്തിന്റെ ഇടത് വലത് വശങ്ങൾക്കിടയിലുള്ള തകരാർ അല്ലെങ്കിൽ ദ്വാരം അടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്നത്. എന്താണ്? ഹൃദയത്തിന്റെ ഇടത് വലത് വശങ്ങൾക്കിടയിലുള്ള തകരാർ അല്ലെങ്കിൽ ദ്വാരം അടയ്ക്കാൻ ഉപയോഗിക്കുന്ന ചികിത്സാ രീതി ചോദിച്ചാൽ അത് ഡിവൈസ് ക്ലോഷർ ആണ് കേട്ടോ. ഇനി 78ാമത്തെ ക്വസ്റ്റ്യൻ, അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തിന്റെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? അത് ഓപ്ഷൻ സി അസമാണ് കേട്ടോ, അസമാണ്. 79ാമത്തെ ക്വസ്റ്റ്യൻ, 2023 ഓഗസ്റ്റിൽ EG5.1 എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി മഹാരാഷ്ട്രയാണ് കേട്ടോ. എന്താണ്? 2023 ഓഗസ്റ്റില് EG5.1 എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇനി 80ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയില് ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ കേരളം, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ കേരളമാണ് കേട്ടോ.
ഇന്ത്യയിലെ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. അപ്പം ഇന്ന് നമ്മൾ 80 ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത് കേട്ടോ. 80 ക്വസ്റ്റ്യൻ ആണ്. ബാക്കി മാത്സ് ക്വസ്റ്റ്യൻ ആണ്.